രാവിലെ എഴുന്നേറ്റ് രേവതി പൂ കൊടുക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ശ്രുതിയും രാവിലെ ഒരുങ്ങി പോവാണ്. ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി, നീ ഇത്ര നേരത്തെ എങ്ങോട്ട് പോവാ? അത് പിന്നെ ഇന്നൊരു കസ്റ്റമർ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാന് നേരത്തെ പോണം. അവരിച്ചിരി NRI കസ്റ്റമറാ, അതുകൊണ്ട് അവരെ നേരത്തെ പരിഗണിക്കണം. ഞാൻ പോയിട്ട് വരാം ശ്രുതി എന്നും പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഈ ഒരു അവരുടെ ഷോപ്പൊക്കെ തുടങ്ങിയതിന് ശേഷമുള്ള സ്റ്റോറിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ നേരെ പോകുന്നത് അവളുടെ അമ്മ വിളിച്ചിട്ടാണ്. കാരണം അവളുടെ മോന് സുഖമില്ല, നല്ല പനിയാണ്. അങ്ങനെ മോൻ വിളിച്ചിടത്തേക്ക് ശ്രുതി പോകുന്നുണ്ട് കേട്ടോ. ഓട്ടോയിൽ പോയി ഇറങ്ങുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ രേവതിയാണെങ്കിൽ പൂ കൊടുക്കാനായിട്ട് ആ ഭാഗത്ത് തന്നെയാണ് കേട്ടോ പോയിരിക്കുന്നത്. അങ്ങനെ ശ്രുതി പോയിട്ട് മോനെ കാണുന്നുണ്ട്. അമ്മയോട് പറയാണ്, അമ്മയെ ഞാൻ പറഞ്ഞിട്ടില്ലേ അവിടെ വെച്ച് എന്നെ വിളിക്കരുതെന്ന്. ഇന്ന് ഫോൺ എടുത്താണെങ്കിലോ ശ്രുതി കേട്ടിരുന്നെങ്കിലോ ഞാൻ പിന്നെ കസ്റ്റമറാന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. മോളെ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അവന് സുഖമില്ല, ഞാൻ ആരോട് പറയണം? നീ തന്നെ പറ. മോനാണെങ്കിൽ രാത്രി മൊത്തം ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഞാനും അവന് തീ പോലെ പൊള്ളുന്ന പനിയായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വന്ന് പല വണ്ടിക്കാരെ വിളിച്ചതാ. പക്ഷെ ആരും ഫോൺ എടുക്കുന്നുമില്ല, ആരും സഹായിച്ചുമില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു നിന്നെ വിളിക്കാതെ? രാവിലെ എഴുന്നേറ്റിട്ടാണ് ഞാൻ ഇറങ്ങി വന്ന് അവനിന്ന് ഹോസ്പിറ്റലിലേക്കെല്ലാം കൊണ്ടുപോയത്. ഹോസ്പിറ്റലിൽ പോയപ്പോഴും അമ്മയെ കാണുമെന്ന് പറഞ്ഞ് പാവം കുഞ്ഞി കരയാണ്. ഞാൻ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രുതി പറയാണ്, അമ്മയ്ക്കറിയാലോ ഞാൻ എന്ത് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരും. ബ്യൂട്ടി പാർലർ സാധാരണ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉള്ളെന്ന് ശ്രുതിക്കറിയാം. അങ്ങനെയുള്ളപ്പോ രാത്രി ഞാൻ ഇറങ്ങി വരാൻ പറ്റുമോ അമ്മേ? അമ്മയെന്ന് ആലോചിച്ച് നോക്ക്. അതൊക്കെ ശരിയായിരിക്കും. നീ നിന്റെ ജീവിതത്തെപ്പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നിന്റെ മകന്റെ ജീവിതത്തെപ്പറ്റി നീ ചിന്തിക്കുന്ന കൂടിയില്ല. അവന് നഷ്ടപ്പെടുന്നത് അവന്റെ അമ്മയുടെ സ്നേഹവും പരിചരണവും ഒക്കെയാ. നിനക്ക് പിന്നെ ഭർത്താവും വീടുകാരും എല്ലാം ആണല്ലോ ആവശ്യം. നിനക്ക് സന്തോഷമായിട്ട് ജീവിക്കണം. അതിനുവേണ്ടിയിട്ട് നീ എന്ത് ചെയ്യാനും മടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ ദേഷ്യപ്പെട്ട് പോകാൻ തുടങ്ങുന്നുണ്ട്. അമ്മേ, എന്റെ സിറ്റുവേഷൻ അമ്മയെന്ന് മനസ്സിലാക്ക്. അമ്മ പറ, ഞാനിപ്പോഴും വിവാഹം കഴിക്കാതെ ജീവിക്കണമായിരുന്നോ? എങ്കിൽ ഇതിലപ്പുറമായിരുന്നു നമ്മുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പറയുന്നുണ്ട്. പണവും സാധനമെല്ലാം ഞാൻ എത്തിച്ചു തരുന്നില്ല അമ്മേ എന്ന് ചോദിക്കുമ്പം, ഓഹോ, അപ്പൊ പണവും സാധനങ്ങളും മാത്രം മതിയോ ഞങ്ങൾക്ക്? അല്ലാതെ നിന്നെ വേണ്ടേ? ഈ കുഞ്ഞിന് അമ്മയെ വേണ്ടേ? നീ ആലോചിച്ച് നോക്ക്. എനിക്ക് പ്രായമായി. ഇനി എത്ര കാലം കൂടി ഇവനെ നോക്കാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല. പല സമയത്തും ഞാൻ പേടിച്ചാ കിടന്നുറങ്ങുന്നത്. രാത്രി എങ്ങാനും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ നീ പോലും തിരിഞ്ഞു നോക്കില്ല. ശ്രുതി പറയുന്നുണ്ട്, അമ്മ എന്താ അങ്ങനെയൊക്കെ പറയുന്നത്? എല്ലാ ദിവസവും ഞാൻ അമ്മയെ വിളിക്കാറുള്ളതല്ലേ? അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ നീ ഇവനെ കൊണ്ടുവന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരുറപ്പുമില്ല. നീ വേണമെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ട് തള്ളും എന്റെ കുഞ്ഞിനെ എന്നൊക്കെ പറഞ്ഞ് അവർ ഫീലോടുകൂടി സംസാരിക്കാണ്. ശ്രുതി പറയുന്നുണ്ട്, അമ്മേ, അതൊന്നും ഓർത്ത് അമ്മ പേടിക്കണ്ട. മോനെ ഞാൻ കൈവിടിയില്ല. ഞാൻ അവനെ നൊന്ത് പ്രസവിച്ച അമ്മയല്ലേ, എനിക്കങ്ങനെ വിടാൻ പറ്റുമെന്ന് ശ്രുതി പറയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് പൂ കൊടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ രേവതി കാണുന്നുണ്ട്. ആഹാ, ഇവരുടെ ഇപ്പൊ ഇവിടെ? അല്ല, രാവിലെ ശ്രുതിയാണെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോവാണെന്ന് പറഞ്ഞാണല്ലോ ഇറങ്ങിയത്. പിന്നെ ഇപ്പൊ എന്താ ഇവരുടെ കൂടെ? വഴി വെച്ച് കണ്ടതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് രേവതി ആലേക്കാണ്. എന്തായാലും പോയി സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും ശ്രുതിയും അമ്മയും മോനും കൂടി ഓട്ടോയിൽ കയറിയിട്ട് പോകുന്നത് കണ്ടു. ഓട്ടോയിൽ കയറി പോയല്ലോ, ഇനി പോണോ? എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാം, കുറെ ദിവസമായി അവനെന്ന് കണ്ടിട്ട് എന്നും പറഞ്ഞിട്ട് അവരാണെങ്കിൽ ആ കുഞ്ഞിനെയും അമ്മേനെയും നമ്മുടെ ശ്രുതിയും പോയി ഓട്ടോയുടെ പിന്നാലെ പോവാണ് രേവതി. അങ്ങനെ ഇവര് പോയി ഇറങ്ങുന്നത് അവരുടെ വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ, ആ അമ്മയുടെ വീട്ടിലേക്ക്. അങ്ങനെ രേവതിയും പിന്നാലെ പോകുന്നുണ്ടെങ്കിലും ഇവര് കാണുന്നില്ല. അങ്ങനെ ഓട്ടോനെയൊക്കെ ഇവർ മടക്കി അയക്കാണ്. രേവതി ആണെങ്കിൽ എന്തായാലും ഒന്ന് സംസാരിച്ചിട്ട് വരാം. ശ്രുതി എന്തായാലും അവരെ കാണാനൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പൊ അവർക്ക് ഒരു നല്ല മനസ്സുണ്ട്. പാവം, ആ കുട്ടിയെ കാണാനാണല്ലോ ഞാനും വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അകത്തേക്ക് കയറുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറല്ലോ, പുറത്ത് ഇങ്ങനെ സിറ്റൗട്ടിൽ നിൽക്കായിരിക്കും. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ശ്രുതിയും അമ്മയും മോനും കൂടി അകത്തേക്ക് കയറുന്നുണ്ട്. ഈ സമയത്ത് മോനാണെങ്കിൽ ഒന്ന് അമ്മേനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അമ്മേന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുകയാണ്. ഇത് കണ്ട് ആകെപ്പാടെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ് നമ്മുടെ രേവതി. ഇതെന്താ ഈ കുട്ടി അമ്മേന്ന് വിളിക്കുന്നത്? പാവം, അമ്മയുടെ ഓർമ്മ വന്നു കാണും എന്നൊക്കെ പറഞ്ഞ് രേവതി പുറത്തേക്ക് നിൽക്കുകയാണ്. എന്തായാലും ഇപ്പൊ അകത്തേക്ക് പോകുന്നത് ശരിയല്ല, ഞാൻ ഇവിടെ നിൽക്കാം, അവരിറങ്ങി വന്നിട്ട് സംസാരിക്കാം എന്നും പറഞ്ഞ് രേവതി പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ അമ്മ പറയുന്നുണ്ട്, കല്യാണി, ഞാനൊരു കാര്യം പറയട്ടെ, ഇനിയെങ്കിലും നീ സീരിയസ് ആയിട്ട് ചിന്തിക്കണം നിന്റെ മോന്റെ കാര്യം. അപ്പോഴേക്കും ശ്രുതി പറയാണ്, അമ്മേ, കല്യാണി ഒന്നും വിളിക്കണ്ട, ശ്രുതി വിളിച്ചാ മതി.
അപ്പോഴേക്കും ആ അമ്മ പറയാണ്, ഞാൻ പ്രസവിച്ച എന്റെ മോളാണല്ലോ നീ, അപ്പൊ പിന്നെ നീ എങ്ങനെ ശ്രുതിയാവും? എന്റെ കല്യാണം തന്നെയാ നീ ഇപ്പോഴും. നിന്റെ മോനെ നിനക്ക് ഇഷ്ടമില്ലായിരിക്കും, പക്ഷേ എനിക്ക് അങ്ങനെ ആയിരുന്നില്ല. നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും ത്യാഗം സഹിച്ചതും എല്ലാം അനുഭവിച്ചതും എല്ലാം. ഇത് കേട്ട് ആകെപ്പാടി ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ രേവതി. എന്താ പറയുന്നത്, ഇവരുടെ മോളാണ് ഇവരെന്നോ? അപ്പോ ആ കുഞ്ഞ് ഇവരുടെ മോനാണോ എന്നൊക്കെ പറഞ്ഞ് ആകെപ്പാടെ വല്ലത്തൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് നമ്മുടെ രേവതി. എന്നിട്ട് ആരും കാണാതെ അവിടെ വീഡിയോ ഓണാക്കി വെച്ച് നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അമ്മയെന്ന് ആലോചിച്ച് നോക്കിയേ, വെറും 18 വയസ്സ് മാത്രമുള്ള സമയത്താണ് അമ്മ എന്നെ പിടിച്ച് വിവാഹം കഴിപ്പിച്ചു വിടുന്നത്. അന്ന് അയാളുടെ കയ്യിൽ നിന്ന് ഞാൻ ക്രൂരമായ പീഡനങ്ങളാണ് നേരിട്ടത്. അതെല്ലാം അമ്മയ്ക്ക് അറിയാലോ. അതിലുണ്ടായ കുട്ടിയായത്. അങ്ങനെ ഒരു വിധത്തിൽ അവൻ്റെ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ട് വന്നത്. ഇപ്പോഴാണ് ഞാൻ സന്തോഷമായിട്ടൊരു ജീവിതം ജീവിക്കുന്നത്. ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ടെന്നോ ഒരു കുട്ടിയുണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും ആ വീട്ടിൽ ആർക്കും അറിയില്ല. എല്ലാവരും എന്നെ ഞാനാണെങ്കിലോ വലിയ മലേഷ്യക്കാരിയാണെന്ന് കരുതിയിരിക്കുന്നത്. അതെങ്ങാനും പുറത്തറിഞ്ഞാലേ എന്റെ കഥ കഴിക്കും എന്റെ അമ്മായിമ്മ. എന്റെ ഭർത്താവിനാണെങ്കിലോ എന്നോടൊപ്പം ഭയങ്കര സ്നേഹ, അതും ഇല്ലാതാവും. ദയവ് ചെയ്ത അമ്മ അതുകൊണ്ട് ഇതൊന്നും പുറത്തറിയിക്കാൻ നിൽക്കരുത്. ഇതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ രേവതി. ശ്രുതി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, എത്രയും പെട്ടെന്ന് എന്റെ മോന്റെ കാര്യം ഞാൻ അവതരിപ്പിക്കാം. എങ്ങനെയെങ്കിലും ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്തോളാം. അതിനു മുമ്പേ അമ്മ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കില്ല. അമ്മ പറയുന്നുണ്ട്, ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ? ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് വരാൻ പോലും പോകുന്നില്ല. പിന്നെ ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ രേവതി? ശ്രുതി, എന്തായാലും എനിക്ക് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. മോന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണം. അവനെ ഇനി എനിക്ക് നോക്കാൻ സാധിക്കില്ല. എന്റെ പ്രായം കൂടി വരികയാണ്. ഏത് നിമിഷം എന്ത് സംഭവിക്കാനുള്ള അവസ്ഥയിലാണ് ഞാൻ. നിനക്കറിയാലോ എന്റെ അസുഖത്തെയൊക്കെ പറ്റി. അത് മാത്രമല്ല, ആ സച്ചിൻ രേവതിയൊക്കെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക, ആരാ കുട്ടിയുടെ അമ്മ, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. നിന്നോട് തന്നെ പറഞ്ഞില്ല ഇടയ്ക്ക് ദത്തെടുക്കുന്ന കാര്യമൊക്കെ. ഇവന് ദത്തെടുക്കാൻ പോവാണെന്ന് അവര് പറയുന്നത്. നിന്റെ അഭിപ്രായം എന്താ? ശ്രുതി പറയുന്നുണ്ട്, അവരാരാ എന്റെ മോനെ ദത്തെടുക്കാനായിട്ട്? ഞാനേ അവന്റെ അമ്മയാ. എനിക്കറിയാം എന്താ ചെയ്യേണ്ടേന്ന്. അമ്മ ആ കാര്യത്തൊന്നും ഇടപെടണ്ട. നീ എന്താ പറഞ്ഞേ? അമ്മ ആ കാര്യത്തൊന്നും ഇടപെടണ്ടെന്നോ? എങ്കിലേ ഞാനൊരു കാര്യം പറയാം. നിനക്ക് ഈ കുഞ്ഞിനോട് എന്ത് അവകാശമാണ് ഉള്ളത് എന്ന് ചോദിക്കാണ് അമ്മേ. എന്താടി അമ്മയെന്ന് വിളിക്കുന്നത്? നിനക്കറിയാവോ, ഈ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പോലും നീ വരുന്നില്ല. ഞാൻ വിളിച്ച് ഇങ്ങനെ പറയുമ്പോളാ നീ ഒന്ന് കാണാനെങ്കിലും വരുന്നത്. ഞാൻ പറഞ്ഞാലേ ഈ ലോകം മൊത്തം അറിയുള്ളൂ നീയാണ് ഇവന്റെ അമ്മ എന്നുള്ള കാര്യം. അത് മനസ്സിലായല്ലോ. അതുകൊണ്ട് ഇവന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. നീ കൂടെ സംസാരിക്കാനൊന്നും വരണ്ട. പറ്റുമെങ്കിൽ നീ നിന്റെ മോന്റെ കുറച്ചു നേരം ഇരിക്ക്. അങ്ങനെയൊരു ഉപകാരം അവന് ചെയ്തു കൊടുക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും കല്യാണി മോനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോനെ അമ്മയോട് ക്ഷമിക്കണം. അമ്മയുടെ അവസ്ഥ അതുകൊണ്ടല്ലേ. അമ്മ എത്രയും പെട്ടെന്ന് എന്റെ മോനെ അമ്മയുടെ കൂടെ കൊണ്ടുപോകാം. ആ കുഞ്ഞ് പറയുന്നുണ്ട് കേട്ടോ, എനിക്കിതിന് ഭയങ്കര പനിയായിരുന്നു. അമ്മയെ കണ്ടപ്പോഴേ എന്റെ പനിയെല്ലാം പോയി, തൊട്ട് നോക്കി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കല്യാണി തൊട്ട് നോക്കുമ്പോഴേക്കും അവന്റെ ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവൻ പറയാണ്, കണ്ടോ എന്റെ അമ്മയുണ്ടെങ്കിൽ എനിക്ക് പനിയൊന്നും ഉണ്ടാവില്ല. അമ്മ എന്റെ കൂടെ തന്നെ നിൽക്കാമേ. എനിക്ക് അമ്മേനെ കണ്ടോണ്ടിരിക്കണം. എനിക്ക് അമ്മയുടെ സ്നേഹം വേണം എന്നൊക്കെ പറയുമ്പോ അവള് പറയുന്നുണ്ട്, മോനെ അമ്മ എത്രയും പെട്ടെന്ന് വരാം. അമ്മ പറഞ്ഞല്ലോ അമ്മയുടെ സാഹചര്യം ഇപ്പൊ അങ്ങനാ. എല്ലാ കാര്യങ്ങളും അമ്മ എല്ലാവരോടും പറഞ്ഞിട്ട് എന്റെ മോനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാം. അതുവരെ അമ്മയോട് ഒന്ന് ക്ഷമിക്കുക മോനെ. അമ്മ എല്ലാ കാര്യങ്ങളും മോനെ ചെയ്തു തരുന്നില്ലേ? മോന്താ ഡയറി മിൽക്കും കൂടെ അമ്മ വന്നിരിക്കുന്നത് എന്നും പറഞ്ഞ് മുട്ടായി കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത തവണ വരുമ്പം അമ്മ ടോയ്സും സാധനവും ഒക്കെ ആയിട്ടാ വരാൻ പോകുന്നത്. അമ്മയുടെ ജോലി തിരക്കുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി പറയുന്നുണ്ട്. ആ മോൻ പറയാണ്, എനിക്ക് ഇച്ചിരി ഭക്ഷണം വാരി തരാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി അമ്മ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് പോയി ഭക്ഷണം എടുത്തോണ്ട് വന്നിട്ട് അവന് വാരി കൊടുക്കായിരിക്കും. ഈ സമയത്താണ് നമ്മുടെ ശ്രുതി ആണെങ്കിൽ എന്തോ അത്യാവശ്യ കാര്യത്തിനായിട്ട് ബ്യൂട്ടി പാർലറിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പം ശ്രുതി അവിടെ വന്നിട്ടില്ല എന്ന് അറിയുന്നുണ്ട്. ഈ സമയം ശ്രുതി ആണെങ്കിൽ ശ്രുതിയെ വിളിക്കുന്നുണ്ട്. ശ്രുതി ഫോൺ എടുക്കുന്നുണ്ട്. എന്താ ശ്രുതി ഏട്ടാ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയാണ്, അല്ല നീ എവിടാ? ഞാൻ പാർലറില്. ഓഹോ, അപ്പൊ നിന്റെ ഇവിടുത്തെ സ്റ്റാഫ് കള്ളം പറയുന്നതാണോ? എന്താ ശ്രുതി, എന്താ കാര്യം? ഞാന് നിന്റെ പാർലറിലുണ്ട്. അവര് പറഞ്ഞു നീ ഇങ്ങോട്ടേക്ക് വന്നിട്ടേ ഇല്ലാന്ന്. അപ്പോഴേക്കും ശ്രുതി ഒന്ന് ഞെട്ടുന്നുണ്ട്. ശ്രുതി പതിയെ അവന്റെ ആ ചോറും കൊടുത്തിട്ട് ഒരു ടോയ് എടുത്ത് കയ്യിലേക്ക് കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് നീങ്ങി നിൽക്കാണ്. അത് പിന്നെ ശ്രുതി, ഞാൻ ബ്യൂട്ടി പാർലറിലേക്ക് വന്നതാ. അങ്ങോട്ടേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് ഒരു കസ്റ്റമർ പുറത്തുനിന്ന് വിളിച്ചത്. അവരുടെ വീട്ടിൽ പോയിട്ട് ഇച്ചിരി ഫേഷ്യലൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. കുറച്ച് വലിയ ക്ലയന്റാ. ഞാൻ പറഞ്ഞില്ല NRA കസ്റ്റമർ. അവരങ്ങോട്ടേക്ക് വരില്ലെന്ന് പറഞ്ഞു ശ്രുതി. നല്ലൊരു ഓർഡറാ. അതുകൊണ്ടാ ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയി ചെയ്യാൻ തീരുമാനിച്ചത്.
സുധി പറയാണ്, പിന്നെ നീ എന്തിനാ പാർലറിൽ ഉണ്ടെന്ന് പറഞ്ഞത്? ഞാനേ ഓർക്കാതെ പറഞ്ഞ സുധി. അല്ല എന്താ കാര്യം? പിന്നെ ഞാൻ ഷോപ്പിലൊരു കാര്യം നിന്നോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. ഞാൻ രാവിലെ മറന്നുപോയി പറയാനായിട്ട്. എന്തായാലും സുധി, ഞാൻ വൈകിട്ട് വീട്ടിലേക്കല്ലേ വരുന്നത്, അവിടെ വെച്ച് പറയാം. എങ്കിലും നിങ്ങൾ ഇപ്പൊ പറഞ്ഞാൽ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. നമുക്ക് വലിയൊരു കസ്റ്റമറെ കിട്ടിയിരുന്നു. 2 ലക്ഷം രൂപയുടെ കച്ചവടം നടന്നത്. ആണോ സുധി? എന്തായാലും ഞാൻ വൈകുന്നേരം അങ്ങോട്ടേക്ക് വരാം, അപ്പൊ സംസാരിക്കാം. പിന്നെ അയാളെ വീണ്ടും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ന് കുറെ കച്ചവടം നടക്കും ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ വിളിക്കാണ് കേട്ടോ നമ്മുടെ ശ്രുതി. ശ്രുതി പറയാണ്, ആണോ? നല്ല കാര്യം, നന്നായിട്ട് നോക്കണം കേട്ടോ. അല്ല ശ്രുതി, നീയും കൂടെ ഉണ്ടെങ്കിലേ എനിക്കൊരു ധൈര്യമായിരിക്കും. നീ ഉണ്ടെങ്കില് കസ്റ്റമറെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ നീ നല്ല മിടുക്കിയല്ലേ? ശ്രുതി പറയാണ്, അതിനല്ലേ നമുക്കവിടെ സ്റ്റാഫ്സ് ഒക്കെ ഉള്ളത്, അവർ അതൊക്കെ ചെയ്തോളും. ഞാനേ ഇവിടെ കുറച്ച് തിരക്കില്ല, കസ്റ്റമർ വെയിറ്റ് ചെയ്യാ എന്ന് പറയുമ്പോഴേക്കും എന്നാ ശരി, ഞാൻ വെക്കാണേ, വൈകുന്നേരം നേരത്തെ വരണേ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി കട്ടാക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിലും ഒരു ദീർഘശ്വാസം വിട്ടിട്ട് അവിടെ നിൽക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ രേവതി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അമ്മ ചോദിക്കാണ്, ശ്രുതി എത്ര നാളാ നീ ഇങ്ങനെ കള്ളം പറഞ്ഞ് ജീവിക്കാൻ പോണത്? ശ്രുതി പറയുന്നുണ്ട്, അമ്മേ എനിക്കറിയില്ല എന്നാണ് പിടിക്കപ്പെടുന്നത് അന്ന് വരെ എനിക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ. എനിക്ക് ആ കുടുംബം വേണം, എനിക്കൊരു ഭർത്താവിനെ വേണം, നന്നായി സന്തോഷത്തോടെ ജീവിക്കണം. ഇത്രയും കാലം ഇതൊന്നുമില്ലാതെ ഞാൻ ഒരുപാട് ദുഃഖിച്ചു. നരക ജീവിതം അല്ലാതെ അമ്മ എന്റേത്. അമ്മ ഒന്ന് ആലോചിച്ച് നോക്കി എന്തുമാത്രം ഞാൻ കഷ്ടപ്പെട്ടു. ഇപ്പോഴാണ് കുറച്ചെങ്കിലും സുധീരുടെ കൂടെ ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നത്. അയാളാണെങ്കിലും ഒരു പാവം, എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. അമ്മ ജോയ്ക്കാണ്, ഇതൊക്കെ ഒരു ജീവിതമാണ് ശ്രുതി. എന്നും പേടിച്ച് വിറച്ച് ഭർത്താവിനെ പറ്റിച്ച് വീട്ടുകാരെ പറ്റിച്ച് ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? എത്ര കാലം എന്ന് പറഞ്ഞാൽ ഒരു സത്യം മൂടി വെക്കാൻ പറ്റാ? എന്നാണെങ്കിലും എല്ലാരും അറിയും. അപ്പോ നിന്റെ ഭർത്താവെങ്കിലും നിന്റെ കൂടെ നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും കല്യാണി പറയുന്നുണ്ട്, എനിക്ക് ഉറപ്പുണ്ടമ്മേ, അയാൾ എന്റെ കൂടെ നിൽക്കും. അയാൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. എങ്ങനെയാണെങ്കിലും പതിയെ അയാളുടെ കാര്യങ്ങളൊക്കെ ഞാൻ അവതരിപ്പിക്കും. അമ്മയ്ക്കറിയാലോ, കല്യാണ ദിവസം തന്നെ അയാൾ ഞാൻ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതാ. പക്ഷെ നിർഭാഗ്യവശാൽ അയാൾ ഒന്നും കേട്ടില്ല. അങ്ങനെ കേട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഒരുപക്ഷെ കല്യാണം നടക്കില്ലായിരിക്കും, പക്ഷെ ഞാൻ ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവള് അമ്മയോട് സംസാരിക്കാണ്. ഇതെല്ലാം കേട്ട് ആകെപ്പാടെ കണ്ണും നിറഞ്ഞ് വല്ലാത്തൊരു അവസ്ഥയിലാവുന്നുണ്ട് നമ്മുടെ രേവതി. അങ്ങനെ രേവതി അവിടുന്ന് ഒന്നും മിണ്ടാതെ സ്കൂട്ടി എടുത്തുകൊണ്ട് പോവാണ്. ഈ സമയം നമ്മുടെ കല്യാണി പറയുന്നുണ്ട്, അമ്മയൊരു സ്കൂട്ടിയുടെ ശബ്ദമല്ലേ കേട്ടത് എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നോക്കുകയാണ് കേട്ടോ. പക്ഷെ അപ്പൊ അവിടെ ആരെയും കാണുന്നില്ല. റോഡിലൂടെ ആരെങ്കിലും പോയതായിരിക്കുമെന്ന് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിയും രേവതിയും കൂടിയിട്ട് അവിടെ ശ്രുതിയും അമ്മയും കൂടിയിട്ട് ആ കുഞ്ഞിനെ പരിചരിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ അവള് മരുന്നൊക്കെ കൊടുത്തതിന് ശേഷം അമ്മയുടെ കയ്യിൽ കുറച്ച് ക്യാഷും കൊടുത്തിട്ട് ഞാൻ പോവാമേ എന്ന് പറയുന്നുണ്ട്. അമ്മ ദയവ് ചെയ്ത് അവളുള്ളപ്പം എന്നെ വിളിക്കാൻ നിൽക്കരുതെന്ന് പറയുമ്പം ഞാൻ പിന്നെ നിന്നെ എങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും ചോദിക്കാണ്. അമ്മയ്ക്ക് പകല് വിളിക്കാലോ എന്ന് പറയുമ്പോഴേക്കും, അല്ല രാത്രി ഇവരെന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാലോ, എനിക്കെന്തെങ്കിലും സംഭവിച്ചാലോ അപ്പൊ നിന്നെ ഞാൻ വിളിക്കണ്ടേ എന്ന് ചോദിക്കാണ്. അമ്മ വിളിച്ചോ, പക്ഷെ വിളിച്ചിട്ട് മറ്റാരെങ്കിലും ഫോൺ എടുക്കുന്നെങ്കിൽ കസ്റ്റമർ ആണെന്നുള്ള രീതിക്ക് സംസാരിക്കണം, ഫേഷ്യൽ ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി, അപ്പൊ അവരെൻ്റെ ഫോൺ വന്നോളും എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞ് ശരിയെന്നും പറഞ്ഞിട്ട് ശ്രുതിയാണെങ്കിൽ മോനൊരു ഉമ്മയും കൊടുത്തിട്ട് അമ്മ പോയി വരാമെന്നും പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ശ്രുതി നേരെ പോകുന്നത് ബ്യൂട്ടി പാർലറിലേക്കാണ് കേട്ടോ. ഈ സമയത്ത് രേവതി പൂവൊക്കെ കൊടുത്തിട്ട് ആകെപ്പാടെ ഒരു ടെൻഷൻ അടിച്ചൊരു മരത്തണലിൽ പോയി നിൽക്കായിരിക്കും. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സച്ചി വരുന്നുണ്ട്. നീ എന്താ വിളിച്ചിട്ട് കാണുമെന്ന് പറഞ്ഞത്? എന്ത് പറ്റി നിന്റെ മുഖത്തൊരു വിഷമം പോലെ എന്നൊക്കെ ചോദിക്കുകയാണ്. നമ്മൾ രേവതി പറയുന്നുണ്ട്, സച്ചേട്ടാ എന്റെ ഫോണിനുള്ളിൽ ഒരു ബോംബുണ്ട്. ബോംബോ? നീ എന്താ രാവിലെ ബോംബ് പിടിക്കാൻ ഇറങ്ങിയതാണെന്ന് ചോദിക്കുമ്പോഴേക്കും, തമാശ കള സച്ചേട്ടാ, ഞാൻ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്. എന്താ കാര്യം? വീണ്ടും ആരെങ്കിലും വണ്ടിയെല്ലാം കൊണ്ടുവന്നോ, അതോ ആനണി വന്നോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കാണ്. അതൊന്നുമല്ല, നമ്മുടെ വീട്ടിലെ വലിയൊരു പൊട്ടിത്ത് നടക്കാൻ പോവാന്ന് പറയുമ്പം എന്താ നീ കാര്യം പറയുന്നത്? രേവതി പറയുന്നുണ്ട്. അങ്ങനെ രേവതി പറയുന്നുണ്ട്, സച്ചിയുടെ ഇങ്ങോട്ടേക്ക് വാന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് നീങ്ങിയിട്ട് ആ ഫോൺ ഓണാക്കി സച്ചിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ കല്യാണിയും അവളുടെ അമ്മയും അവളുടെ കുഞ്ഞുമായിട്ടുള്ള സംഭാഷണങ്ങളും അവർ തമ്മിലുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ രേവതി ഒളിഞ്ഞെന്ന് കേട്ട എല്ലാ കാര്യങ്ങളും സച്ചിയെ കേൾപ്പിക്കുകയാണ് രേവതി. സച്ചി ചോദിക്കുകയാണ്, നീ എന്താ രേവതി പറഞ്ഞത്? ഇതൊക്കെ സത്യമാണോ? അത് സച്ചേട്ടാ, എല്ലാം സത്യമാണ്. ഞാൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം സത്യ.
ഇത് കണ്ടോ, അവള് അവള് പെരും കള്ളിയ സച്ചേട്ടാ. എല്ലാരും ഇത്രയും കാലം പറ്റിക്കായിരുന്നു. അവളുടെ 18-ാം വയസ്സിൽ അവളുടെ കല്യാണം കഴിഞ്ഞിട്ടാ. അവക്കൊരു മോനുമുണ്ട്. നമുക്കറിയാലോ അവനെ. കിച്ചു അവളുടെ മോനാ. അതുകൊണ്ടാ അവരുടെ അമ്മയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ പറയാൻ മടിക്കുന്നത്. അന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴും നമ്മൾ അവളെ കണ്ടു തീർക്കുന്നുണ്ടോ. അതുപോലെ പല സമയത്ത് വെച്ചിട്ടും അവൾ നമ്മളോട് എല്ലാം മറച്ചു വെക്കായിരുന്നു. ആ അമ്മയാണെങ്കിലും നമ്മളോട് അന്ന് അത്ര ചൂടായതും ദത്തെടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ അത്ര പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതും അതിന്റെ പേരില സച്ചേട്ടാ. അവളാണല്ലോ അമ്മ. അവള് എല്ലാരും പറ്റിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി പറയുന്നുണ്ട്. സച്ചി പറയാണ്, ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല. അവളുടെ എല്ലാ അഹങ്കാരം ഇന്നറുടെയും തീർത്തു കൊടുക്കാം. അവളുടെ മലേഷ്യ കഥയെല്ലാം പൊളിഞ്ഞല്ലോ. അവളുടെ മലേഷ്യക്കാരൻ അപ്പനും അതുപോലെ എന്തൊക്കെ നാടകങ്ങളാ അവള് കളിച്ചത്. ഇത്രയും കാലം അവളെല്ലാരും പറ്റിക്കല്ലായിരുന്നോ. ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവളെ എന്നൊക്കെ പറയുമ്പം രേവതി പറയാണ്, നിക്ക് സച്ചേട്ടാ, എങ്ങോട്ടായി പോണത്? ഒരു കാര്യം ചെയ്തതിന് മുമ്പേ ഒരു 100 വട്ടം ആലോചിക്കണം. അത് അറിയില്ലെന്ന് ചോദിക്കാണ്. നീ എന്താ പറഞ്ഞു വരുന്നേ? ഇതിപ്പോ നമ്മള് മാത്രമല്ല അറിഞ്ഞുള്ളൂ. അത് അങ്ങനെ ഇരുന്നാ മതി. ഇതിപ്പോ ആരും അറിയണമെന്ന് പറയുമ്പോ പിന്നെ ഇവളുടെ കളത്തരങ്ങളൊന്നും ആരും അറിയണമെന്നാണോ നീ പറയുന്നത്? മറച്ചു വെക്കാനാണോ? അവളെ പോലെ നമ്മൾ മറച്ചു പിടിക്കണോ? രേവതി പറയാണ്, മറച്ചു പിടിക്കണം. അവൾക്കിപ്പോ ഒരു കുടുംബമുണ്ട്, ഒരു ഭർത്താവുണ്ട്, ഒരു ഭർത്താവിന്റെ വീട്ടുകാരുണ്ട്. അതുകൊണ്ട് അതെല്ലാം മറച്ചിച്ചേ പറ്റുള്ളൂ എന്ന് പറയുമ്പോ നീ എന്തൊക്കെയാ രേവതി പറഞ്ഞത്? സച്ചേട്ടാ, സത്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞില്ലേ? അവള് മലേഷ്യക്കാരല്ലെന്ന് അറിഞ്ഞപ്പോ തന്നെ അമ്മയുടെ സ്വഭാവം സച്ചിനെ കണ്ടതല്ലേ. അവളെപ്പോ ഒരു വേലക്കാരിയെ പോലെയാ വീട്ടിൽ നോക്കുന്നത്. അതിനിപ്പോ എന്താ കുഴപ്പം? നീ വന്ന കാലം തൊട്ടേ എന്റെ അമ്മ നിന്നെ അങ്ങനല്ലേ നോക്കുന്നത്. ഈ ശ്രുതി ചില്ലറ പരിപാടിയാണോ നിന്റെ അടുത്തൊക്കെ എടുത്തത്? നിന്റെ കട പൊളിച്ചതും എന്റെ കാറ് കേടാക്കിയതും എന്നെ കൊല്ലാൻ നോക്കിയതുമെല്ലാം ഇവള് തന്നെയാണല്ലോ ഈ ശ്രുതി. അപ്പൊ ഇവക്കെ അതിന്റെ ആവശ്യമുണ്ട്. ഇന്ന് തന്നെ എല്ലാവരോടും പോയി പറഞ്ഞിട്ടേ അമ്മയുടെ കയ്യിന് 4 തല്ലവളൊക്കെ കൊള്ളിക്കണം. എന്നിട്ട് അവളെ അവിടെ നിന്ന് ഇറക്കി വിടണം എന്ന് പറയുമ്പോ സച്ചേട്ടാ അത് വേണമെന്ന് പറയുന്നുണ്ട്. രേവതി പറയാണ്, അവളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാ അവള് ചെയ്തതിലൊരു തെറ്റുമില്ല സച്ചേട്ടാ. 18-ാമത്തെ വയസ്സിന് മുമ്പങ്ങാണ്ട അവളുടെ കല്യാണം കഴിഞ്ഞത്. അന്ന് തൊട്ടേ അവളുടെ ഭർത്താവ് അവളിട്ട് പീഡിപ്പിക്കായിരുന്നു. അങ്ങനുണ്ടായ കുട്ടിയാണ് ആ കിച്ചു. അതുപോലെ തന്നെ അവൾക്കാണെങ്കിലോ ഒരു സമാധാനം ആ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. അയാൾ മരിച്ച ശേഷമാണ് അവൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് പോലും. അങ്ങനെയാണ് കുറെ വർഷങ്ങൾക്ക് ശേഷം സുധിയെ കണ്ടുമുട്ടുന്നതും വിവാഹം കഴിക്കുന്നതും. എന്തായാലും കല്യാണത്തിന് അന്ന് രാവിലെ അവൾ സംഭവങ്ങളൊക്കെ സുധിയെ വിളിച്ച് പറഞ്ഞല്ലേ. പക്ഷേ അതൊന്നും സുധ കേട്ടില്ല. അതെങ്ങനെ അവളുടെ തെറ്റാവും എന്നൊക്കെ ചോദിക്കാണ്. എന്തായാലും സച്ചിയേട്ടാ, ഈ കാര്യങ്ങളൊന്നും പറയണ്ട. ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ അവൾ അങ്ങനെയൊക്കെ ചെയ്തത്. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞായിട്ട് ഭാവിക്കേണ്ട. അവൾക്കാണെങ്കിലോ അച്ഛനും ഇല്ല, സഹോദരങ്ങളോ ആരുമില്ല. അവളുടെ അമ്മയും ആ കുഞ്ഞും മാത്രമല്ലേ ഉള്ളൂ. ഈ സംഭവം പറഞ്ഞാൽ ഇപ്പം എന്തായിരിക്കും സംഭവിക്കാൻ പോവാ? അപ്പൊ തന്നെ അമ്മ അവളെ അടിച്ച് പുറത്താക്കും. വേണമെങ്കിൽ സുധിയെ കൊണ്ട് ഡിവോഴ്സും ചെയ്യിപ്പിക്കും. അതുകൊണ്ട് നമുക്കെന്ത് സച്ചിയുടെ പ്രയോജനം? അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചിന്തിക്കുക കൂടി വേണ്ട. ആ കുഞ്ഞിനെ ഓർത്തെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യണ്ട. എങ്കിലും അവള് പറയുന്നത് ശരിയാണ് രേവതി. നീ ആലോചിച്ച് നോക്കിയേ. ആ കുഞ്ഞിനെ പോലും നോക്കാതല്ലേ അവള് വേറെ ജീവിതം ജീവിക്കുന്നത്. സച്ചേട്ടാ, എത്ര കാലം എന്ന് പറഞ്ഞ ഒരു പെണ്ണ് എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവളുടെ ഭാഗം ചിന്തിക്കുമ്പോൾ അവളുടെ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു ജോലി ചെയ്യുന്നുണ്ട്. അതിന് കിട്ടുന്ന ശമ്പളം മൊത്തം അവർക്കല്ലേ അവൾ കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിലെ ചിലവരും അവൾ കാശ് തരുന്നുണ്ട്. അതുപോലെ തന്നെ സുധിയെ അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവളെ വീട്ടിൽ പറഞ്ഞ് കേട്ടതല്ലേ സുധിയെ കണ്ടതിൽ പിന്നെയാണ് ജീവിക്കണമെന്ന് പോലും അവൾക്ക് തോന്നിയെന്ന്. അങ്ങനെ അവള് ഒരുപാട് ആ സുധിയെ സ്നേഹിക്കുന്നില്ലേ. പിന്നെ നമ്മളായിട്ട് എന്തിനാ സച്ചേട്ടാ ഇത്ര പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്? ഇപ്പൊ തന്നെ അവൾ മലേഷ്യക്കാരിയല്ല, കാശുകാരില്ലെന്നൊക്കെ അറിഞ്ഞ് അമ്മ അവളെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. അതിന്റെ കൂടെ നമ്മളും കൂടെ വേണ്ട സച്ചേട്ടാ എന്ന് പറയുന്നുണ്ട്. രേവതി, നിന്റെ ഈ മനസ്സൊന്നുമേ അവക്ക് കാണില്ല. മറിച്ച് നീയാ ഈ തെറ്റിയിരുന്നെങ്കിലേ അവൾ എപ്പോഴേ പോയി വീട്ടിൽ പറഞ്ഞേനെ. അതൊക്കെ ശരിയായിരിക്കും. നമുക്ക് വേണ്ടിയുള്ള ഒരുപാട് തെറ്റ് ചെയ്തിട്ടുമുണ്ട്. നമ്മളെ ഒരുപാട് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്കറിയാൻ സച്ചേട്ടാ. പക്ഷെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. കാരണം ആ മോനെയെങ്കിലും ഓർത്ത് അവളെ ഇപ്പൊ ഇറക്കി വിട്ടാ അവളുടെ അവസ്ഥ ഏതാ നമുക്ക് പറയാൻ പറ്റുമോ? അവളുടെ മോന്റെ കൂടെ പോയി ജീവിക്കുമായിരിക്കും, ശരിയാണ്. പക്ഷെ സുധിയെ ഡിവോഴ്സ് ചെയ്യും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന് പിന്നിലുണ്ട് സച്ചേട്ടാ. അതെല്ലാം നമ്മൾ ആലോചിക്കണം. നമ്മുടെ അച്ഛന്റെ ആരോഗ്യം അതും നോക്കണ്ടേ? ഇതൊക്കെ അറിഞ്ഞ് അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാലോ, അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? അമ്മ ഏറ്റവും സ്നേഹിക്കുന്ന മോനാണല്ലോ സുധി. ആ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് നമുക്ക് സഹിക്കാനാവോ? നമ്മുടെ വീടിന്റെ താളം തന്നെ തെറ്റും. അതുകൊണ്ട് അത് മാത്രമല്ല, നിങ്ങളുടെ ചേട്ടൻ്റെ ആരും ആലോചിച്ച് നോക്കിയേ. ഒരു ദിവസം ശ്രുതി ഇവിടുന്ന് പിണങ്ങിപ്പോയത് സച്ചേട്ടൻ ഓർക്കുന്നുണ്ടോ? അന്ന് കരഞ്ഞ് നിലവിളിച്ച് എന്തൊരവസ്ഥയായിരുന്നു നിങ്ങളുടെ ചേട്ടൻ്റെ. അതുപോലെ ആയിരിക്കത്തില്ലേ ഇനി അങ്ങോളം?
അയാൾ വല്ലതും കടുകയും ചെയ്താൽ എന്ത് ചെയ്യും? അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട സച്ചിയേട്ടാ. അതുകൊണ്ട് ഇപ്പൊ ഈ കാര്യങ്ങളൊന്നും ആരും അറിയണ്ട. പക്ഷേ ശ്രുതിയോട് നമുക്ക് അറിയിക്കണം. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞൊന്ന് ശ്രുതി അറിയിക്കണം. അത് അത്യാവശ്യം. അങ്ങനെ ശ്രുതി അറിയിച്ചു കഴിയുമ്പം അവളൊരു പൊടിക്ക് ഒതുങ്ങും എന്ന് സച്ചി പറയുന്നുണ്ട്. രേവതി പറയാണ് അത് സച്ചിയേട്ടൻ്റെ ഇഷ്ടം. എന്തായാലും ഈ കാര്യം മറ്റാരും അറിയരുത് സച്ചിയേട്ടാ. അതിന് സച്ചിയുടെ വാക്ക് തരണമെന്ന് പറയുന്നുണ്ട്. ശരി, ഞാൻ വാക്ക് തരാം. മറ്റാരും അറിയില്ല. പക്ഷെ അവളോട് ഞാൻ പറയും, കല്യാണിയോട്. നീ കല്യാണിയാണെന്ന് ഞാൻ അറിഞ്ഞൊന്നും അവളെ ഞാൻ അറിയിക്കും. ഇത്രയും കാലം എന്തൊരു അഹങ്കാരമായിരുന്നു. കാശിന്റെയും ഹുങ്കോ എന്തൊക്കെയാ അവൾ എന്നെ പറഞ്ഞിട്ടുള്ളത്. നിന്നെ ഇട്ട് കുറെ പണിയിപ്പിച്ചതല്ലേ അവള്. ഒരു പണിയും ചെയ്യാതെ സുഖിച്ച് കയറി എന്നിട്ട് നിന്നെ കൊണ്ട് എന്തുമാത്രം പണിയിപ്പിച്ചു. അതൊന്നും എനിക്ക് കുഴപ്പമില്ല സച്ചിയേട്ടാ. എല്ലാവരും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അതുകൊണ്ട് എനിക്ക് അതിനോടൊന്നും യാതൊരു വിഷമോ ദേഷ്യമോ ഒന്നുമില്ല. നമ്മൾ ജനിച്ച മനുഷ്യന്മാരായി ജീവിക്കുകയാണെങ്കിൽ നമ്മൾ കുറെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ഒരുപാട് ജോലി ചെയ്യേണ്ടി വരും. അതൊന്നും എന്നെ ബാധിക്കില്ല സച്ചിയേട്ടാ എന്നൊക്കെ പറഞ്ഞ് രേവതി പറയുന്നുണ്ട്. സച്ചി പറയാണ് എന്തായാലും നിന്റെ ഇഷ്ടം. എന്തായാലും ഞാൻ അവളെ ഒന്ന് കാണട്ടെ, ആ കല്യാണിയെ. നാല് വർത്താനം പറയണം. സച്ചിയേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വീട്ടിൽ ആരും കേൾക്കാൻ പാടില്ല. ഇല്ലില്ല, ഞാൻ അവളുടെ ബ്യൂട്ടി പാർലറിലേക്ക് പോയിട്ട് നടന്ന സംഭവങ്ങളെല്ലാം അവളോട് ചോദിച്ചോളാം. അവിടെ അമ്മ മറ്റാരും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതി സച്ചിയും സത്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. പക്ഷെ വീട്ടുകാരിപ്പോൾ അറിയിക്കാൻ അവർ തയ്യാറാവുന്നില്ല കേട്ടോ. പക്ഷെ ഈ സംഭവങ്ങളെല്ലാം അറിയുന്നുണ്ട്. വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചാനലിൻ്റെ എല്ലാ ദിവസവും നമ്മളിങ്ങനെ ഓരോരോ സ്റ്റോറീസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.